യെശയ്യാ പ്രവചനം 30 അധ്യായം 19 യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കരയുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് വിവിധ വികാര പ്രകടനങ്ങളിൽ ഒന്നാണ്. സന്തോഷത്തിന്റെ പ്രകടനവും ചിലപ്പോൾ കരച്ചിലാകാം. കുട്ടികൾ വാശി പിടിച്ച് കരയാറുണ്ട്. ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന മുറിവുകളും വേദനകളും നിമിത്തം കരയാം. ഒന്നും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കാം. മറ്റൊരാൾ തന്നോട് കരുണ കാണിക്കേണ്ടതിന് അവരുടെ മനസ്സലിയുവാനായി പ്രതീക്ഷയോടെ കരയാം. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നത് ഒരിക്കലും വെറുതെയാവുകയില്ല. പശ്ചാത്താപം നിമിത്തമുള്ള കരച്ചിൽ പാപക്ഷമ ലഭിക്കുന്നതിന് ഉതകുന്നു. ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന വേദനകൾ ദൈവസന്നിധിയിൽ കരയുമ്പോൾ അലിഞ്ഞില്ലാതാകും. തൻ്റെ മുന്നിൽ കരയുന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു നല്ല പിതാവാണ് ദൈവം. അത്തരത്തിലൊരു ആശ്വാസ വചനമാണ് ഇവിടെ വായിക്കുന്നത്. നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഇനി കരയേണ്ട എന്ന് ദൈവം പറയുമ്പോൾ അവരുടെ ഏതൊരു പ്രശ്നത്തിനും അവിടുന്ന് പരിഹാരം വരുത്തി എന്ന അർത്ഥമാണുള്ളത്. നമ്മുടെ ബലഹീനതകളും പരാജയങ്ങളും നിമിത്തമുള്ള കരച്ചിൽ ദൈവം കാണുന്നുണ്ട്. എത്രയോ പേർ ദൈവം മുമ്പാകെ കരഞ്ഞതും നിലവിളിച്ചതും അത് കേട്ട് ദൈവം അവരെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്തതും ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം മുമ്പാകെയുള്ള കണ്ണുനീർ ഒരിക്കലും പാഴായി പോവുകയില്ല എന്നു തന്നെയാണ്. ലോകത്തിൽ ആരും കരുണ കാണിച്ചില്ലെങ്കിലും ദൈവത്തിന് നമ്മോട് കരുണ തോന്നും. അത് നിമിത്തം നാം കലങ്ങി മറിയുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവുകയും ചെയ്യും. ഗാഡ് ബ്ലസ് യു.